കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ മൊത്തം ദൃശ്യത്തെ പറ്റിയാണ്. ഒരാൾ എനിക്ക് കമൻ്റായിട്ട് ഇട്ടു, ആൻ്റണി പെരുമ്പാവൂർ പോലും ഇത്രയും ദൃശ്യത്തിന് പ്രൊമോട്ട് ചെയ്ത് കാണില്ല എന്ന്. നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്കും എത്ര കേട്ടാലും തീരില്ല ആ നടന വൈഭവത്തെ പറ്റി പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ആ ചിത്രത്തെ പറ്റി. ദൃശ്യം പല അത്ഭുതങ്ങളുമാണ് കാണിക്കുന്നത്. 100 കോടി, പിന്നെ 200 കോടി, ഇനി 300 കോടിയിലുള്ള പ്രയാണം തന്നെയാണ്. ഒരാഴ്ച പിന്നിടുമ്പോഴും ടിക്കറ്റ് വിൽപ്പനയ്ക്ക് യാതൊരുവിധ മാറ്റമില്ല. 300 കോടി നേടി മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറും ദൃശ്യം എന്ന് തന്നെയാണ് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നതും മലയാള ഭാഷാ പ്രേമികളും എല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. പക്ഷേ ഓരോ മേഖലയിൽ നിന്നും റെക്കോർഡിൻ്റെ കഥകൾ പലതും പുറത്തു വരുന്നുണ്ട്. അതിലൊന്നാണ് അങ്ങ് ദൂരെ കന്നഡയിൽ നിന്ന് വരുന്ന ഒരു റെക്കോർഡിൻ്റെ കഥ. പല പതിപ്പുകളും കന്നഡയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കന്നഡ പതിപ്പ്, ഒരു മലയാള സിനിമയുടെ കന്നഡ പതിപ്പ് കന്നഡ ഭാഷയിൽ നിന്ന് ആദ്യമായി 1 കോടി നേടുന്നു ഒറ്റാഴ്ച കൊണ്ട്. അതും ദൃശ്യമാണ്. 1,18,00,000 രൂപയാണ് കന്നഡ പതിപ്പിൽ നിന്ന് നേടിയിരിക്കുന്നത്. മറ്റു ഭാഷകളിലെ 15ഓളം ചിത്രങ്ങൾക്ക് മാത്രമേ ഈ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. മലയാളത്തിലെ ആദ്യത്തെ ചിത്രവും ദൃശ്യമാണ്. ഇതിനിടയിൽ വിവിധ ഭാഷാ പതിപ്പുകൾ, ദൃശ്യത്തിൻ്റെ വിവിധ ഭാഷാ പതിപ്പുകൾ കന്നഡയിൽ നിന്ന് കോടികൾ വാരിക്കൂട്ടുന്നതും നമ്മൾ കണ്ടു. ഏകദേശം 12,31,00,000 രൂപയാണ് പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടും പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ കോടികൾ വാരിക്കൂട്ടിയ ദൃശ്യം പക്ഷേ ഒന്നാമനല്ല. ഒന്നാമൻ ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സ് എന്ന അത്ഭുത ചിത്രം തന്നെയാണ്. 15,83,00,000 രൂപയാണ് കന്നഡയിൽ നിന്ന് ഈ ചിത്രം വാരിക്കൂട്ടിയത്. രണ്ടാം സ്ഥാനത്ത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര 14,80,00,000 കന്നഡയിൽ നിന്ന് വാരിക്കൂട്ടി. മൂന്നാം സ്ഥാനത്ത് ഒരു മോഹൻലാൽ ചിത്രമാണ്, ഒന്നുമല്ല എമ്പുരാൻ, 12,70,00,000. ഇതൊക്കെ കാണുമ്പം ഒരാഴ്ച പിന്നിട്ട ലാലേട്ടൻ ചിത്രമായ ദൃശ്യം ഈ റെക്കോർഡുകളെല്ലാം തകർക്കുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. 12,31,00,000 നേടിയ ചിത്രം ലാലേട്ടൻ്റെ തന്നെ എമ്പുരാൻ്റെ റെക്കോർഡ് 12,70,00,000 എന്ന റെക്കോർഡ് തകർക്കാൻ അധിക ദിവസം വേണ്ടി വരില്ല. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ കൊണ്ട് ആ റെക്കോർഡ് തകരും. അതിനുശേഷം ഇരിക്കുന്ന ലോകയും മഞ്ഞുമൽ ബോയ്സിനെയൊക്കെ ലാലേട്ടൻ ചിത്രമായ ദൃശ്യം മറികടക്കും എന്ന് തന്നെയാണ് മലയാള പ്രേക്ഷകരും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ മനസ്സിലാവുന്നത്. ലാലേട്ടൻ അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കയറി നടക്കാൻ ആരെയും അനുവദിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിലും അയാൾ തന്നെ, അദ്ദേഹത്തിൻ്റെ പുറകിലും അയാൾ തന്നെ. അതാണ് മലയാള സിനിമയുടെ ചരിത്രം. പലപ്പോഴും റെക്കോർഡിൻ്റെ കഥകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരു 10 ചിത്രം എടുത്താൽ അതിൽ 5 ലാലേട്ടൻ ചിത്രങ്ങളെങ്കിലും കാണും. അതിൻ്റെ മുമ്പിലും കാണും, പുറകിലും ഒരു ലാലേട്ടൻ ചിത്രമായിരിക്കും. ഇനി ഒരുപക്ഷെ മോഹൻലാലിൻ്റേതല്ലാത്ത പല റെക്കോർഡുണ്ടെങ്കിൽ അത് തകർക്കാൻ വേണ്ടി അയാൾ ഒരു വരവ് കൂടി വരും. അന്ന് സർവ്വതും ഞെട്ടിത്തരിക്കും, സർവ്വ റെക്കോർഡുകളും തകർത്തരും. അതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. കഴിഞ്ഞ 45 കൊല്ലമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അതുതന്നെയാണ്. എന്തൊക്കെ മോഹൻലാൽ മലയാള സിനിമയിലുണ്ടോ അന്നൊക്കെ അയാൾ തന്നെയായിരുന്നു ചക്രവർത്തി, അയാൾ തന്നെയായിരുന്നു നായകൻ, അയാൾ തന്നെയായിരുന്നു വില്ലൻ, അയാൾ തന്നെയായിരുന്നു ഉപനായകൻ, എല്ലാം അയാൾ തന്നെയായിരുന്നു. അദ്ദേഹം അഭിനയിക്കുന്ന ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം നിറഞ്ഞു നിൽക്കാറുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. ഇനി അനേകം ചിത്രങ്ങളിലൂടെ മലയാള പ്രേക്ഷകരെ അദ്ദേഹം മാജിക്കൽ കാട്ടിത്തരട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ